വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജയുടെ നീക്കങ്ങളെല്ലാം പാളുകയാണ്. കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നു എന്നുറപ്പായപ്പോൾ ഗതികേട് കൊണ്ടാണ് മോർഫ് വീഡിയോ പരിപാടിയുമായി രംഗത്ത് വന്നത് തന്നെ. അതും ഒരു പ്രധാന എതിർ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പച്ചക്കള്ളം പറച്ചിലുകളുമായി. പക്ഷേ ഇപ്പോൾ പണിപാളിയിരിക്കുന്നു. ഈ വീഡിയോ പരാമർശത്തിൽ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ വക്കീൽ നോട്ടീസ് പോയിരിക്കുകയാണ്. അതായത് 24 മണിക്കൂറിനകം വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഷാഫി പറമ്പിൽ അറിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ദിവസം, അതും ഏറ്റവും തിരക്കുള്ളതും തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുമായ ദിവസം, ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ് കെ ശൈലജ. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ഇത് പച്ചക്കള്ളമാണെന്നും പറയുന്ന ഷാഫി പറമ്പിൽ അത് തെളിയിക്കാനും പുറത്തുവിടാനും വെല്ലുവിളിക്കുകയും ഒപ്പം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തതോടെ ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്തൊരവസ്ഥയിലാണ് ശൈലജ. കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന ആരോപണമാണ് ഷാഫി പറമ്പിലിന് നേരെ ഉന്നയിച്ചത്. മോശമായ തരത്തിൽ വീഡിയോ പ്രചാരണങ്ങൾ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ശൈലജയും പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇരുട്ടിൽ തപ്പിയ LDFനെ പോലെ തന്നെ അവരുടെ പോലീസും നടപടികൾ എടുക്കാൻ കഴിയാതെ മുന്നോട്ടു പോയി. അവസാനം എവിടെ നിന്നോ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയവരെ കണ്ടുപിടിച്ച് കേസെടുത്തു. അപ്പോഴും ശൈലജ പറഞ്ഞ ആ വീഡിയോ എങ്ങും വെളിച്ചം കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇതോടെയാണ് ഈ തട്ടിപ്പിനെതിരെ ഷാഫി തന്നെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അതോടെ തീർന്നു ശൈലജയുടെയും CPMൻ്റെയും ആവേശം. എന്നാൽ വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല എന്നും മുഖം വെട്ടിയൊട്ടിച്ച് വികൃതമാക്കിയ പോസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ശൈലജ മലക്കം മറിഞ്ഞതോടെ എന്നാൽ തനിക്കെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്ന നിലപാടിലേക്ക് ഷാഫി എത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശൈലജയെ തോൽപ്പിച്ച് മൂലക്കിരുത്താൻ വേണ്ടി തന്നെയാണ് പിണറായി സ്വീകരിച്ച വഴി വടകരയിൽ മത്സരിപ്പിച്ചത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിലും പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ സമയത്താണ് ആളെ കൊല്ലാൻ CPM ഉണ്ടാക്കാറുള്ള ബോംബ് നിർമ്മാണം കുരിശായി. ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ട സഖാവും ശൈലജയും ഒപ്പം നിന്നിട്ടുള്ള ചിത്രങ്ങൾ മാത്രമല്ല, ഇതിന് നേതൃത്വം നൽകിയ DYFI നേതാവാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ തൻ്റെ കാര്യം പോക്കാണെന്ന് കണ്ടപ്പോഴാണ് ശൈലജ എന്ന ടീച്ചർ അശ്ലീല മോർഫ് വീഡിയോയുമായി രംഗത്തിറങ്ങിയത്. പച്ചക്കള്ളമായതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പറയണമെന്നറിയാതെ ശൈലജ എന്തൊക്കെയോ പറഞ്ഞ് ഷാഫിയെ വേട്ടയാടാൻ നോക്കി. അതിലും പണിപാളി. യഥാർത്ഥ ബോംബിനേക്കാളും വലിയ ഒരു ബോംബായി, ഒരു ബൂമറങ്ങായി സ്വന്തം നേർക്ക് തന്നെ പതിച്ചിരിക്കുകയാണിപ്പോൾ. സത്യത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം മുന്നേറാൻ കാത്തിരിക്കുന്ന അവസാനത്തെ ആ 2-3 ദിവസം മുന്നേറ്റമില്ല എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കെ ശൈലജ. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഷാഫിയുടെ നോട്ടീസ് വന്നതോടെ ശൈലജയുടെ ആപ്പീസ് പൂട്ടി എന്ന് തന്നെ പറയാം.